Hi learners, welcome to I+ Training Solutions. അപ്പോൾ നമ്മളുടെ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇത്രയും നേരവും നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. കൂടുതലും അക്കൗണ്ടിങ്ങിന്റെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ് ഇയറിലെ സിലബസ് നമ്മളുടെ ഈ പുതിയ സിലബസ് പ്രകാരമല്ല. അവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ പുതിയ സിലബസിലുള്ള ഇൻകം ടാക്സോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങോ മാനേജറിയൽ എക്കണോമിക്സോ ഇതൊന്നും പ്രീവിയസ് ഇയറിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലായിരുന്നു. പ്രീവിയസ് ഇയറിലെ സിലബസ് ഇതല്ലായിരുന്നല്ലോ. സോ എന്നാലും അക്കൗണ്ടിങ്ങിന്റെ പോർഷനും ഇനി ഇത് കഴിഞ്ഞ് മാനേജ്മെന്റിന്റെ ഒക്കെ പോർഷൻസ് വരുന്നുണ്ട്. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആകും. കാരണം ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഈ കോൺഫിഡൻസ് ഇത് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. കാരണം ദിസ് ഇസ് നോട്ട് ദ റിയൽ എക്സാം. ഇതല്ല നമ്മൾ ഇനി കാണാൻ പോകുന്ന എക്സാം. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇതേപോലെ ആയിരിക്കില്ല. ഓക്കെ, സോ കൃത്യമായിട്ട് പഠിക്കാൻ ഞാൻ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുകയല്ല, മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ അങ്ങ് ഓവർ കോൺഫിഡന്റ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കൃത്യമായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി, ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാൻഡേർഡുകൾ മാറി. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ആകെ ഒരു 5 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലായി, അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇതിനകത്തുള്ള 80 ചോദ്യവും നമ്മുടെ കൊമേഴ്സിന്റെ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 80 ചോദ്യവും ഡയറക്റ്റ് ആണ്. 80 എണ്ണവും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലേ? ഓക്കെ, സോ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ വിച്ച് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ എ റിഫൈനറി? കോസ്റ്റിംഗിൽ നിന്നുമുള്ള ചോദ്യമാണ്. കോസ്റ്റിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് കോസ്റ്റിങ്ങുകൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും ബാച്ച് കോസ്റ്റിങ്ങും, ഇങ്ങനെ പല ടൈപ്പ് കോസ്റ്റിങ്ങുകളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുന്നതാണ്. സോ ഇവിടെ റിഫൈനറീസ് യൂസ് ചെയ്യുന്നത് ഏത് കോസ്റ്റിംഗ് മെത്തേഡാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്. ഈ കോസ്റ്റിംഗ് ഒക്കെ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റിങ്ങുകൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് റിഫൈനറിയുമായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു റിഫൈനറി എന്ന് പറഞ്ഞാൽ ഈ ഓയിലൊക്കെ റിഫൈൻ ചെയ്യുന്ന ഒരു വലിയ കമ്പനി. ഈ എണ്ണ കമ്പനികളിൽ ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ അവിടെ എന്താ പല പല പ്രോസസ്സുകളല്ലേ നടക്കുന്നത്. പല പ്രോസസ്സുകളിൽ കൂടിയല്ലേ അത് കടന്നു പോകുന്നത്. നമ്മൾ ആദ്യം എണ്ണ കുഴിച്ചെടുക്കുന്നു. അപ്പൊ ഈ കുഴിച്ചെടുക്കുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് പെട്രോളും ഡീസലും ആയിട്ടാണോ കിട്ടുന്നത്? ഇത് റിഫൈൻ ചെയ്ത് പോകണം അല്ലേ. ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയി അത് റിഫൈൻ ചെയ്ത് ആ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് വരുന്നു. ആ ഒരു മറ്റൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലേക്ക് അത് മാറുന്നു അല്ലെ. അതിൽ നിന്ന് വീണ്ടും അതിനെ റിഫൈൻ ചെയ്ത് പെട്രോളായിട്ടും ഡീസലായിട്ടും ഒക്കെ നമ്മൾ തരം തിരിച്ച്, കെറോസിനായിട്ടും അങ്ങനെ പല രീതിയിൽ തരം തിരിച്ച് നമ്മൾ എടുക്കാറുണ്ട്. സോ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളിൽ കൂടി കടന്നു പോകുന്ന മാനുഫാക്ചറിങ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകളാണെങ്കിൽ അവരുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് ഏത് കോസ്റ്റിംഗ് ആണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, പ്രോസസ് കോസ്റ്റിംഗ് ആണല്ലേ അവർ ചൂസ് ചെയ്യേണ്ടത്. പ്രോസസ് കോസ്റ്റിംഗ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സോ എ റിഫൈനറി, ഇപ്പൊ ഓയിൽ തന്നെയല്ല, ഞാൻ ജസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു എക്സാമ്പിൾ അല്ലേ. അല്ലെങ്കിൽ ഷുഗർ, കെമിക്കൽസ് ഒക്കെ ഉണ്ടല്ലേ. ഇൻവോൾവ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വെയർ പ്രൊഡക്റ്റ് പാസസ് ത്രൂ വേരിയസ് പ്രോസസ് ഓർ സ്റ്റേജ്. അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ആ പ്രൊഡക്റ്റ് പല സ്റ്റേജിലും കൂടിയും പല പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ആ കൺസേൺഡ് കമ്പനി യൂസ് ചെയ്യേണ്ടത് പ്രോസസ് കോസ്റ്റിംഗ് ആണ് അല്ലെ. ഓക്കെ, പ്രോസസ് കോസ്റ്റിംഗിലൊക്കെ നമ്മൾ പഠിക്കുന്നതാ. ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിന്റെ ഇൻപുട്ട് ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ കണക്കാക്കുന്നത് അല്ലെ. സോ ഇൻ സച്ച് ഇൻഡസ്ട്രി പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു അക്യൂമുലേറ്റ് ആൻഡ് അസൈൻ കോസ്റ്റ് ടു ഈച്ച് സ്റ്റേജ് ഓർ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, quantity of material to be ordered at one time is known as.
സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓർഡേർഡ് അറ്റ് വൺ ടൈം. നമ്മളൊരു പ്രാവശ്യം ഓർഡർ ചെയ്യേണ്ടത് ഏത് ക്വാണ്ടിറ്റിയിലാണ്? പ്രൊഡക്റ്റുകൾ ഈ മെറ്റീരിയൽസിന്റെയും ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. കമ്പനീസ് ഇൻവെന്ററി അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ടത്, അതിന്റെ മെറ്റീരിയൽ ഓർഡറിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് പല 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 ക്വാണ്ടിറ്റീസും, റീഓർഡർ ക്വാണ്ടിറ്റിയും റീഓർഡർ ലെവലും, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൺ ടൈമിൽ അറ്റ് എ ടൈം നമ്മൾ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെ പറ്റി പറയുന്നത് എന്താണ്? റീഓർഡർ ക്വാണ്ടിറ്റി, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഒപ്റ്റിമം ക്വാണ്ടിറ്റി, നൺ ഓഫ് ദീസ്. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം. നമ്മൾ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി. നമ്മൾ കമ്പനീസ് എപ്പോഴും അവരുടെ ഇൻവെന്ററീസിനെ മാനേജ് ചെയ്യും, അതായത് ഓവർ സ്റ്റോക്കും അണ്ടർ സ്റ്റോക്കും ഒന്നും ആയി പോകാതെ കൃത്യമായിട്ടൊരു ഒപ്റ്റിമം ലെവലിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഏതാണ്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണല്ലേ, EOQ എന്ന് പറയും. EOQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിമം ക്വാണ്ടിറ്റി തന്നെയാണ്. സോ ഇറ്റ് ഈസ് ദി ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ദാറ്റ് മിനിമൈസ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. അതായത് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും മിനിമൽ ആയിട്ട് അറ്റ് എ ടൈം നമുക്ക് ഓർഡർ ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി വേണം? അപ്പൊ ഇത്ര ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് അവിടെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ മിനിമൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് നാളത്തെ പ്രൊഡക്ഷന് ആ ഒരു ഇൻവെന്ററി കാണും, ആ ഒരു ലെവൽ. നമ്മൾ ഒരുപാട് ഓർഡർ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ക്യാരിയിങ് കോസ്റ്റ് കൂടുതലാകത്തില്ലേ? വെയർ ഹൗസിൽ ഇങ്ങനെ വെച്ചേക്കണ്ടേ? ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റ്, കുറച്ച് ഓർഡർ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും നമുക്ക് ഇന്ന് ഓർഡർ ചെയ്തു കുറച്ച്, നാളെ മെറ്റീരിയൽ തീർന്നു, നാളെ വീണ്ടും ഓർഡർ ചെയ്യണ്ടേ? ഓർഡറിംഗ് കോസ്റ്റ് വീണ്ടും കൂടത്തില്ലേ? വീണ്ടും ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ. ഇനി എന്നാ അങ്ങനെ എപ്പോഴും ഓർഡർ ചെയ്യണ്ടെന്നും പറഞ്ഞ് ഒരു വലിയ ക്വാണ്ടിറ്റി വാങ്ങി വെച്ചു, അത് വെയർ ഹൗസിൽ കൊണ്ടിടണ്ടേ? അതിന്റെ റെന്റ് കൊടുക്കണ്ടേ? ക്യാരിയിങ് കോസ്റ്റ് കൂടുതലാകുന്നില്ലേ? ഈ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ മിനിമൽ ആവുന്നത് എത്ര ക്വാണ്ടിറ്റി വാങ്ങുമ്പോഴാണ്? ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ, ക്യാരിയിങ് കോസ്റ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ദാറ്റ് ഇൻവെന്ററി. സോ ഇവിടെ ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി നമ്മൾ അറ്റ് എ ടൈമിൽ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്യേണ്ട ആ ഒരു ക്വാണ്ടിറ്റിയെ നമുക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയാം അല്ലെ. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റീഓർഡർ ക്വാണ്ടിറ്റി നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന മെറ്റീരിയൽസ് എത്രയാകുമ്പോഴാണ് നമ്മൾ ഇനി റീ ഓർഡർ ചെയ്യേണ്ടത്, വീണ്ടും ഓർഡർ ചെയ്യേണ്ടത്, അതാണ് റീഓർഡർ ക്വാണ്ടിറ്റി. ദെൻ FIFO മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഈസ് സ്യൂട്ടബിൾ ഇൻ ടൈം ഓഫ്. FIFO മെത്തേഡ്, നമുക്ക് ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡുകളുണ്ട് അല്ലേ, ഫിഫോയും ലിഫോയും ഒക്കെ ഉണ്ട്. FIFO മീൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫിഫോയുടെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ആദ്യം വാങ്ങി വെച്ച മെറ്റീരിയൽസ് ആയിരിക്കും ആദ്യം ഉപയോഗിക്കുന്നത്. ഈ മെറ്റീരിയൽസ് ആദ്യം വാങ്ങിയതും പിന്നെ വാങ്ങിയതും എല്ലാം ഒരേ മെറ്റീരിയൽസ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? പിന്നെ എന്തിനാ ഈ ആദ്യം വാങ്ങിയത് ആദ്യം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ വാങ്ങുന്ന മെറ്റീരിയൽസ് സെയിം ആണെങ്കിൽ പോലും their prices are different. പല വില ആയിരിക്കത്തില്ലേ? നമ്മുടെ എക്കണോമിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നു, എക്കണോമി ഭയങ്കര ഡൈനാമിക് ആണ്, എക്കണോമിക് കണ്ടീഷൻസ് മാറുന്നു, ഗവൺമെന്റ് പോളിസി മാറുന്നു. ഇങ്ങനെ എക്കണോമിയിൽ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ വരാം, ഡിഫ്ലേഷൻ വരാം. അപ്പൊ ഈ മെറ്റീരിയൽസിന്റെ പ്രൈസ് ആണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെ. നമ്മളിപ്പോ മാനുഫാക്ചർ ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം സാധനങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിയത്, ഈ സിമെന്റിന്റെ ഒക്കെ വില നമുക്കറിയാം, അതിങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും അല്ലെ. കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങിയത് ഒരു യൂണിറ്റിന്, അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽസ് വാങ്ങിയത് ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ സിമെന്റ് ആണ് 1 കിലോ സിമെന്റിന് 40 രൂപ വെച്ചിട്ടാണ് കഴിഞ്ഞ മാസം വാങ്ങി വെച്ചത്. സിമെന്റ് തീരാറായി, നമ്മൾ വീണ്ടും ഈ മാസം ഓർഡർ ചെയ്തപ്പോൾ 50 രൂപ വെച്ചിട്ടാണ് വില കൂടി, 50 രൂപയായി. അപ്പൊ ഈ കഴിഞ്ഞ മാസം വാങ്ങി വെച്ച 40 രൂപയ്ക്ക് വാങ്ങിയ സിമെന്റ് കയ്യിൽ ഇരിപ്പുണ്ട്, ഇപ്പൊ വാങ്ങിയപ്പോ 50 ആയി. അപ്പൊ ഇത് രണ്ടും കൊണ്ട് ഒരുമിച്ചാ വെച്ചേക്കുന്നത് അല്ലെ. എല്ലാം ക്വാളിറ്റി ഒക്കെ സെയിം തന്നെ, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ സെയിം തന്നെ, പ്രൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മാനുഫാക്ചറിങ്, നമ്മുടെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ സാധനം മാനുഫാക്ചർ ചെയ്തപ്പോൾ ഇതിന് എത്രയായി കോസ്റ്റ്? നമ്മൾ 40 രൂപയായിരുന്നു ആദ്യം വാങ്ങിയ സിമെന്റ്, രണ്ടാമത് വാങ്ങിയത് 50 രൂപയാണ്. ഇത് രണ്ടും ഒരുമിച്ചാ കൊണ്ട് വെച്ചേക്കുന്നത്. ഇതില് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒന്നും മാറ്റമില്ല. അപ്പൊ ഏത് സിമെന്റാ ഏതെടുത്താലും ഒരുപോലെയാ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്രയായിട്ട് കാണിക്കണം? നമ്മുടെ കോസ്റ്റ് ഷീറ്റിനകത്ത് ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് 40 കാണിക്കണോ 50 കാണിക്കണോ? ആ ഒരു കൺഫ്യൂഷൻ, അതാണ് നമുക്ക്, അവിടെയാണ് നമ്മൾ ഈ ഒരു ലിഫോയും ഫിഫോയും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ
ലാസ്റ്റ് വാങ്ങി വെച്ച സാധനം ആദ്യം എടുത്തതായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ മാസം 40 രൂപയ്ക്ക് സിമെന്റ് വാങ്ങി, ഈ മാസം 50 രൂപയ്ക്ക് വാങ്ങി. പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ നമ്മൾ ലിഫോ പ്രകാരമാണെങ്കിൽ 50 രൂപയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് അല്ലെ. 1 കിലോ സിമെന്റിന് 50 രൂപയായിട്ട് കാണിക്കും. കാരണം ലാസ്റ്റ് വാങ്ങിയതിന്റെ വില, ലാസ്റ്റ് വാങ്ങിയത് ആദ്യം ഉപയോഗിച്ചു, ഇപ്പോൾ ഉപയോഗിച്ചത് ലാസ്റ്റ് വാങ്ങിയതാണെന്ന് കാണിക്കാം. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം വാങ്ങി വെച്ചതാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വാങ്ങി വെച്ച സിമെന്റ് 40 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നടത്തി കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ സിമെന്റിന്റെ വില 40 എന്ന് കാണിക്കും. ആദ്യം വാങ്ങിയത് ഉപയോഗിച്ചതായിട്ട് അങ്ങ് കാണിക്കാം. ഓക്കെ, ലിഫോയും ഫിഫോയും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫിഫോ മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂസ് ഈസ് സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ്. മെറ്റീരിയൽ ഇഷ്യൂസിനെ വാല്യൂ ചെയ്യുമ്പോൾ ഫിഫോ മെത്തേഡ് ആണെങ്കിൽ അത് ഏത് സമയത്തായിരിക്കും, ഏത് സിറ്റുവേഷനിലായിരിക്കും ഫിഫോ മെത്തേഡ് കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്? ഏത് സിറ്റുവേഷനിലാ? ഫോളിംഗ് പ്രൈസ്, റൈസിംഗ് പ്രൈസ്, കോൺസ്റ്റന്റ് പ്രൈസ്, ഫ്ലക്ച്വേറ്റിംഗ് പ്രൈസ്. നമ്മളുടെ മെറ്റീരിയൽസിന്റെ വില കുറയുമ്പോഴാണോ, കൂടുമ്പോഴാണോ, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണോ, ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴായിരിക്കുമോ? ഏത് സിറ്റുവേഷനിലാണ് ഫിഫോ മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആകുന്നത്? ഫിഫോ എന്ന് പറഞ്ഞാൽ ആദ്യം വന്നതിനെ ആദ്യം കൊടുത്തതായിട്ട് കണക്കാക്കുന്നു അല്ലേ. അപ്പോൾ മെറ്റീരിയൽസിന്റെ വില കുറയുന്ന സമയത്താണോ കൂടുന്ന സമയത്തായിരിക്കുമോ നമ്മൾ ആദ്യം വരുന്നതിനെ ആദ്യം എടുത്തതായിട്ട് കണക്കാക്കുന്നത്? ഇവിടെ ഫോളിംഗ് പ്രൈസ് ആയിരിക്കും അല്ലേ. നമ്മുടെ പ്രൈസിന്റെ വില കുറയുന്ന സമയത്താണ് ഫിഫോ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത്. മെറ്റീരിയൽസിന്റെ പ്രൈസ് കുറയുന്ന സമയത്ത്, മെറ്റീരിയൽസിന്റെ വില കുറയുന്ന സമയത്താണ് ഫിഫോ മെത്തേഡ് സ്യൂട്ടബിൾ ആകുന്നത്. അതെന്തുകൊണ്ടാ? ഇപ്പൊ നമ്മളുടെ കയ്യിൽ സിമെന്റ് ഇരിപ്പുണ്ട്. സിമെന്റ് കഴിഞ്ഞ മാസം നമ്മൾ 50 രൂപയ്ക്ക് വാങ്ങി. ഇനി ഈ മാസം ആയപ്പോൾ അതിന്റെ വില 40 ആയി. ഓക്കെ, 10 രൂപ കുറഞ്ഞു. ഇവിടെ നമ്മൾ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മാസം നടത്തിയ പ്രൊഡക്ഷൻ, ഈ മാസത്തെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ആദ്യം വന്ന സിമെന്റ് അല്ലേ നമ്മൾ എടുക്കണ്ടേ? 50 രൂപയല്ലേ കാണിക്കേണ്ടത് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട്. ഇപ്പൊ ഈ മാസം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മാസത്തെ പ്രൊഡക്ഷനിൽ നമ്മൾ 50 കാണിക്കുന്നു. അപ്പോൾ ആദ്യം വന്നതിനെ ആദ്യം എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് ഈ വട്ടത്തെ നമ്മുടെ കോസ്റ്റ് കൂടിയിരിക്കത്തില്ലേ? പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയിരിക്കത്തില്ലേ? കാരണം കൂടുതൽ എമൗണ്ട് ഉള്ള, കൂടുതൽ പ്രൈസ് ഉള്ള മെറ്റീരിയലിനെ അല്ലേ നമ്മൾ ആദ്യം എടുത്തതായിട്ട് കാണിച്ചത്. അങ്ങനെ കോസ്റ്റ് കൂടിയാൽ നമ്മളുടെ പ്രോഫിറ്റ് എന്തായിട്ട് കാണും? കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണത്തില്ലേ? പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫേമിന് അത് ബെനിഫിറ്റ് അല്ലേ? നമ്മളുടെ കയ്യിലിരിക്കുന്ന നമ്മൾ കൂടുതൽ കോസ്റ്റ് ഉള്ള സാധനങ്ങളെ ഉപയോഗിച്ചതായിട്ട് കാണിക്കുമ്പോൾ കോസ്റ്റ് അവിടെ കൂടുതലായിട്ട് കാണും. സോ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് കുറഞ്ഞിരിക്കും. അതുവഴി നമുക്ക് പല ബെനിഫിറ്റുകളും കിട്ടും അല്ലെ. റെഡ്യൂസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബെനിഫിറ്റ് ആണ്. ടാക്സ് ബെനിഫിറ്റ് ഉൾപ്പെടെ പല ബെനിഫിറ്റുകളും കമ്പനീസിന് കിട്ടും. സോ FIFO means material purchased first are issued first. In time of falling price, the older, costlier stock is issued first and cheaper stock remains in inventory. This result in higher cost of goods issued. അപ്പോൾ നമ്മൾ ഈ ഒരു FIFO യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള സ്റ്റോക്കിനെ ആദ്യം യൂസ് ചെയ്തതായിട്ടും ചീപ്പായിട്ട് വാങ്ങിയത് നമ്മുടെ ഇൻവെന്ററിയിൽ ഇരിക്കുന്നതായിട്ടും കാണും അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇഷ്യൂഡ് കൂടുതലായിട്ടിരിക്കും. നമ്മൾ യൂസ് ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവെന്ററിയുടെ കോസ്റ്റ് കുറഞ്ഞതായിട്ടും കാണും അല്ലെ. ലോവർ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന റിമൈനിങ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്തായിട്ട് കാണും? കുറഞ്ഞ ഒരു എമൗണ്ടിൽ ഇരിക്കുന്നതായിട്ട് കാണാം. സോ അതുവഴി റെഡ്യൂസ്ഡ് പ്രോഫിറ്റ്, നമ്മുടെ പ്രോഫിറ്റ് കുറയത്തില്ലേ? കോസ്റ്റ് കൂടുതലും നമ്മുടെ ഇൻവെന്ററീസ് ഒക്കെ കുറവുമാണെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞായിട്ടല്ലേ കാണിക്കുന്നത്? റെഡ്യൂസ്ഡ് പ്രോഫിറ്റ് which is conservative and preferred in falling market. Okay, next question like പോകാം. Which method of valuing material issue is suitable for material purchased for a particular work or job? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വർക്കിന് വേണ്ടി മാത്രം നമ്മൾ മെറ്റീരിയൽ വാങ്ങി, അങ്ങനെയാണെങ്കിൽ അവിടെ ഏത് മെത്തേഡ് ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത്? മെറ്റീരിയൽ ഇഷ്യൂവിന്റെ ഏത് മെത്തേഡ് ആയിരിക്കും? ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ്, മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്, സ്പെസിഫിക് പ്രൈസ് മെത്തേഡ്, ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസറിൽ എത്താം. അത് ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂ ഈസ് സ്യൂട്ടബിൾ ഫോർ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫോർ പർട്ടിക്കുലർ വർക്ക്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പെർട്ടിക്കുലർ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് മെറ്റീരിയൽ വാങ്ങിയതെങ്കിൽ എന്താണ്? സ്പെസിഫിക് പ്രൈസ് മെത്തേഡ്. പർട്ടിക്കുലർ വർക്കിന് വേണ്ടിയാണെങ്കിൽ സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് യൂസ് ചെയ്യാം. സിമ്പിൾ അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ,
Specific price method is used when materials are purchased for a specific job or work and their cost can be directly identified with that job. Okay. Next question. Wage sheet is prepared by. Wage sheet prepare ചെയ്യുന്നത് ആരാ? ഇതൊക്കെ എന്ത് സിമ്പിൾ ആണ് അല്ലേ? ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് അറിയാവുന്ന ചോദ്യം. Wage sheet is prepared by personnel department, payroll department, cost accounting department, marketing department. ഒരു കമ്പനിയിലെ ഇതിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് വേജ് ഷീറ്റ്? വേജ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസിന് കിട്ടുന്ന സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ എത്ര ദിവസം വർക്ക് ചെയ്തു, അവർക്ക് പെർ ഡേ എത്രയാണ് അവർക്ക് കിട്ടുന്ന സാലറി, എത്ര ലീവ് എടുത്തു, അപ്പൊ ഈ മാസത്തെ മൊത്തം സാലറി എത്രയാണ്, ഇതൊക്കെയല്ലേ വേജ് ഷീറ്റ്. സാധാരണ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? പേറോൾ അല്ലേ? സിമ്പിൾ. പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ, കമ്പനീസിലെ പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു വേജ് ഷീറ്റ്. കമ്പനീസിന്റെ അവിടുത്തെ വർക്കേഴ്സിന്റെ പേയ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നോക്കാം. Wage sheet is a detailed statement showing employee gross wages or salary, deduction like PF, ESI tax, income tax ലൊക്കെയുള്ള പല ഡിഡക്ഷൻസും, നെറ്റ് പേ അവർക്ക് എത്രയാണ് കയ്യിൽ കിട്ടുന്നത് ആ ഒരു നെറ്റ് പേ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മളുടെ വേജ് ഷീറ്റിനുള്ളിൽ ഉണ്ടാകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Under Merrick's multiple piece rate system, 10% of ordinary piece rate is given to workers whose level of performance is between. നമ്മളുടെ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഇവിടം തൊട്ട് ഇനി നമ്മൾ ഏത് ഏരിയയിലേക്ക് പോവുകയാണ്? അക്കൗണ്ടിങ് ആണ് കേട്ടോ. ഇത്രയും ആയിരുന്നു ഇനി നമ്മൾ മാനേജ്മെന്റിലേക്കാണ് പോകുന്നത്. ഇത്രയും നമ്മൾ അക്കൗണ്ടിങ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ this portion onwards we are entering to management. Okay, ഇത്രയും നേരം നമ്മൾ പഠിച്ചത്, നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് നേരെ നമ്മളുടെ മാനേജ്മെന്റിന്റെ ഏരിയയിലേക്ക് പോകാം. സോ അണ്ടർ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, 10% of ordinary piece rate is given to workers whose level of performance is between. Merrick's multiple piece rate system. ഇത് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം പ്രകാരം ഓർഡിനറി പീസ് റേറ്റിന്റെ 110% വർക്കേഴ്സിന് കൊടുക്കുന്നത് അവരുടെ പെർഫോമൻസ് എങ്ങനെയാകുമ്പോഴാണ്? 52 സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 50 മുതൽ 80% വരെ അവര് പ്രൊഡക്ഷൻ നടത്തി, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 83 മുതൽ 100% നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് അത്രയും അവര് കറക്റ്റ് ആയിട്ട് ആ സ്റ്റാൻഡേർഡ് തന്നെ അവർ എന്ത് ചെയ്തു? മീറ്റ് ചെയ്തു. ഇനി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 80 മുതൽ 100% വരെയാണ്, അതായത് ഈ ഒരു മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറയുന്നത് പീസ് റേറ്റ് സിസ്റ്റം. എന്താ ഈ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും എത്ര പ്രൊഡക്ഷൻ നടത്തുന്നോ അതനുസരിച്ച് ഡിഫറെന്റ് വേജ് കൊടുക്കുക. എല്ലാവർക്കും ഒരേപോലെ സാലറി കൊടുക്കുന്നില്ല. സാധാരണ എല്ലാവർക്കും ഒരേ സാലറി കൊടുത്താൽ എന്താ പ്രത്യേകത? എന്താ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒരേ വേജ് ആണെങ്കിൽ ചിലർ നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കും, ചിലർ ഒരു പണിയെടുക്കത്തില്ല, എല്ലാവർക്കും ഒരേ ശമ്പളം. അത് ശരിയല്ലല്ലോ അല്ലേ? അവിടെ ഒരു ഡിസ്പാരിറ്റി വരുന്നുണ്ട് അല്ലേ? നല്ലപോലെ വർക്ക് ചെയ്യുന്നവർക്ക് സാലറി ഒരു സെയിം തന്നെയാണ്, വർക്ക് ഒന്നും ചെയ്യാത്തവർക്കും സെയിം ആണ്. ഇവിടെ ഈ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് 100 രൂപ ഡെയിലി കൊടുക്കുന്നു, 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കും ഡെയിലി 100 രൂപ കൊടുക്കുന്നു, ഒരു ദിവസം 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കും 100 രൂപ തന്നെ കിട്ടുന്നു. ഇത് ശരിയല്ലല്ലോ, ഇക്വിറ്റബിൾ അല്ല അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? പീസ് റേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. ഇത് മാറാനായിട്ട് നമ്മളൊരു പീസ് റേറ്റ് സിസ്റ്റം, ഒരാള് എത്ര പ്രൊഡ്യൂസ് ചെയ്തു അതനുസരിച്ച് അവർക്ക് വേജ് കൊടുക്കും. പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണും. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത് ഒരാൾ ഒരു ദിവസം 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 50 മുതൽ 80% വരെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ ഓർഡിനറി പീസ് റേറ്റിന്റെ 110% എമൗണ്ട് അവർക്ക് കൊടുക്കുന്നത്? അപ്പൊ ഇതാണ് മെറിക്സ് പീസ് റേറ്റ് സിസ്റ്റം. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കാം. ഇപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പൊ 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് സ്റ്റാൻഡേർഡ് പറയുന്നു 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ 100 രൂപ ഡെയിലി കൊടുക്കുന്നത്. അതാണ് ഓർഡിനറി റേറ്റും സ്റ്റാൻഡേർഡ് റേറ്റും ഉണ്ട്, സ്റ്റാൻഡേർഡും പറഞ്ഞു അല്ലെ? 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ 100 രൂപ കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും നമ്മൾ പറഞ്ഞു. ഇനി ഇതനുസരിച്ചിട്ട് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ
ഈ 100 രൂപയെക്കാട്ടിലും കൂടുതൽ കിട്ടും. സ്റ്റാൻഡേർഡ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ 100-ൽ നിന്ന് അവർക്ക് എമൗണ്ട് കുറയും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെറിറ്റ്സ് പീസ് റേറ്റ് സിസ്റ്റം. അപ്പൊ ഇവിടെ ലെവൽ ഓഫ് ഏത് പെർഫോമൻസിൽ എത്തുമ്പോഴാണ് അവർക്ക് ഓർഡിനറി പീസ് റേറ്റിന്റെ 110% കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ 83 മുതൽ 100% വരെ പ്രൊഡക്ഷൻ നടത്തിയാൽ, ആ പെർഫോമൻസ് ഉണ്ടായാൽ, നമ്മളിപ്പോ പറഞ്ഞു 20 യൂണിറ്റ് ആണ് അവിടുത്തെ സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ 20 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കറക്റ്റ് 20 യൂണിറ്റ് അല്ലെങ്കിൽ 83% തൊട്ട് 20, ഇപ്പൊ ഒന്നെങ്കിൽ ചിലപ്പോൾ 17, 18, 19, 20 ഈ 4-ലേതെങ്കിലും ആണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ, ദാറ്റ് ഈസ് 83 to 100% പ്രൊഡക്ഷൻ നടത്തിയാൽ, ആ സ്റ്റാൻഡേർഡ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഒന്നെങ്കിൽ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തു, ഒന്നെങ്കിൽ 100% പ്രൊഡക്ഷൻ നടത്തി. അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറവ് 83 മുതൽ 100% വരെ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 83 മുതൽ 100% വരെയാണ് പ്രൊഡക്ഷൻ നടന്നതെങ്കിൽ അവിടെ 110% റേറ്റ് പറയുന്നത്. ഓക്കെ, നമുക്കിതിന്റെ ആ ഒരു ലെവൽ ഒന്ന് നോക്കാം. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഈ ഒരു മെറിറ്റ്സ് പീസ് റേറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 83% വരെ പ്രൊഡക്ഷൻ നടത്തിയ ഒരാളാണെങ്കിൽ ഓർഡിനറി റേറ്റ് ആയിരിക്കും അയാൾക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ മനസ്സിലാക്കാം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു 20 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി റേറ്റ് പറയുന്നത് ഓർഡിനറി റേറ്റ്, ഓർഡിനറി പീസ് റേറ്റ് പറയുന്നത് ഒരു യൂണിറ്റിന് പീസ് റേറ്റ് ആണ്, ഒരു യൂണിറ്റിന് 10 രൂപ വെച്ച് കൊടുക്കും. ഓക്കെ, ഒരു യൂണിറ്റിന് 10 രൂപ വെച്ച് കൊടുക്കുന്നു. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 20 യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ഒരു യൂണിറ്റിന്റെ റേറ്റ് 10 രൂപ കിട്ടും. സ്റ്റാൻഡേർഡ് റേറ്റും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഈ ഒരു മെറിറ്റ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 83% വരെ പെർഫോം ചെയ്യുന്നവർക്ക്, ഈ 20 യൂണിറ്റ് എന്ന് പറഞ്ഞു, ഇതിന്റെ 83% വരെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയ ഒരാൾ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തി 20ന്റെ 83%, ഇപ്പൊ 20 എന്ന് പറയുന്നതിന്റെ 80% എത്ര? 20ന്റെ 80%, 20ന്റെ 50% 10 ആണെന്ന് നമുക്കറിയാം അല്ലെ. 80% എത്ര? 14 അല്ലെ, സോറി 16 ആണ് 80%. 80% ഒരാള് കിട്ടി, ഒരാൾക്ക് ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ 80% പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റി. അതായത് 16 യൂണിറ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു യൂണിറ്റിന് 10 രൂപ വെച്ച് കിട്ടും, ഒരു യൂണിറ്റിന് 10 വെച്ച് കിട്ടും, 16 യൂണിറ്റിന് 160 രൂപ കിട്ടും. ഓക്കെ, അപ്പൊ ഈ 83% വരെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 83% വരെ എത്ര യൂണിറ്റുകൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്താലും അയാൾക്ക് ഓർഡിനറി പീസ് റേറ്റ് തന്നെ കിട്ടും. ഒരു യൂണിറ്റിന് എത്രയാണോ നമ്മൾ പറഞ്ഞത് ആ റേറ്റ് തന്നെ കിട്ടും. ഇനി 83 മുതൽ 100% വരെ പ്രൊഡ്യൂസ് ചെയ്താൽ, ഇപ്പൊ ബി എന്ന് പറഞ്ഞൊരു വ്യക്തി 20 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തു, അയാൾ 100% സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 100% പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ 20 വേണ്ട, നമുക്ക് 90% പ്രൊഡക്ഷൻ നടത്തി, 20ന്റെ യൂണിറ്റിന്റെ 90%, 18 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 18 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 90% അല്ലേ, സ്റ്റാൻഡേർഡിന്റെ 90% കിട്ടി. ഇപ്പൊ 83 മുതൽ 100% വരെ പ്രൊഡക്ഷൻ നടത്തിയ ഒരാൾക്ക് ഓർഡിനറി റേറ്റിന്റെ 110% ആയിരിക്കും എന്ത് കിട്ടുന്നത്? വേജ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിന് 10 രൂപയല്ല, ഒരു യൂണിറ്റിന് 10ന്റെ കൂടെ 10% കൂടെ കൂട്ടിയിട്ട് കിട്ടും. ഓക്കെ, 10ന്റെ കൂടെ 10% കൂടെ കൂട്ടും. 10ന്റെ 10% എത്ര? 1. അപ്പൊ 11 രൂപ വെച്ചിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഒരു യൂണിറ്റിന് 11 രൂപ വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ 18 യൂണിറ്റിന് എത്ര കിട്ടും? 18 × 11 ചെയ്താൽ പോരെ? അപ്പൊ ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്തിയാൽ ഒരു യൂണിറ്റിന് 11 രൂപ വെച്ച് കിട്ടും. അപ്പൊ 110%, ഇങ്ങനെ പഠിച്ചാൽ മതി, 110% കിട്ടും. ഓർഡിനറി പീസ് റേറ്റിന്റെ 110% കിട്ടും. ഓക്കെ, ഇനി എബവ് 100%. ഇനി ഒരാൾ ഈ 100% നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെക്കാട്ടിലും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തി. സി എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റാൻഡേർഡ് 20 ആണ്, പക്ഷെ അയാൾ 25 യൂണിറ്റ് അന്ന് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചാണോ കിട്ടുന്നത്? അല്ല, 120% ആണ്. അപ്പൊ 10ന്റെ കൂടെ 20% കൂടെ കൂട്ടിയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, 10ന്റെ കൂടെ 20% കൂടെ കൂട്ടിയിട്ട് ആ ഒരു എമൗണ്ട് ആയിരിക്കും പെർ യൂണിറ്റ് വേജ് കിട്ടുന്നത്. ഓക്കെ, സിംപ്ലി ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റുമല്ലോ. ഇതാണ് നമ്മളുടെ മെറിറ്റ്സ് ഡിഫറൻഷ്യൽ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. സോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിന്റെ 83% വരെ പ്രൊഡക്ഷൻ നടത്തിയാൽ ആ വ്യക്തിക്ക് നമ്മൾ പറഞ്ഞ ഓർഡിനറി പീസ് റേറ്റിൽ തന്നെ ആയിരിക്കും വേജ് കിട്ടുന്നത്. ഒരു യൂണിറ്റിന് നമ്മൾ
ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി 83 മുതൽ 100% സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ടും അയാൾ പ്രൊഡക്ഷൻ നടത്തിയാൽ അവിടെ 110% ഓർഡിനറി പീസ് റേറ്റിന്റെ 110% അയാൾക്ക് വേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി 100% മുകളിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനെക്കാട്ടിലും കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഓർഡിനറി പീസ് റേറ്റിന്റെ 120% ആയിരിക്കും വേജ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Expenses which are not actually incurred but is included for taking managerial decisions. ആക്ച്വലി ഇൻകർ ചെയ്തൊരു എക്സ്പെൻസ് അല്ല, നമുക്ക് എക്സ്പെൻസ് ഉണ്ടായിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പോയിട്ടില്ല, നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇൻക്ലൂഡഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്, തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എക്സ്പെൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമാണ്. ആക്ച്വലി ഉണ്ടായ എക്സ്പെൻസ് അല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നോർമൽ എക്സ്പെൻസും ഫിക്സഡ് എക്സ്പെൻസും അബ്നോർമൽ എക്സ്പെൻസും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതല്ലേ, ആക്ച്വലി ഇൻകർ ചെയ്യുന്നതല്ലേ. നോർമൽ എക്സ്പെൻസ്, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയില്ലേ. ഇനി ഫിക്സഡ് എക്സ്പെൻസുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ലേ. അബ്നോർമൽ എക്സ്പെൻസ്, നമ്മൾ വിചാരിക്കാത്ത പെട്ടെന്ന് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു, അതും നമ്മുടെ കയ്യിൽ നിന്ന് ആക്ച്വലി പൈസ പോയതല്ലേ. അപ്പോൾ ഏതായിരിക്കും ആക്ച്വലി ഇൻകർ ചെയ്യാത്ത എക്സ്പെൻസുകളെ നമ്മൾ എന്ത് പറയും? നോഷണൽ എക്സ്പെൻസ്. നോഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അത് ആക്ച്വലി ഒരു എക്സ്പെൻസ് അല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പോയിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ്. ഓക്കെ, then notional expenses are expense that are not actually incurred in cash but are considered for decision making purpose in cost and management account. Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The costing method in which each job is treated as a cost unit. ഇതും നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നിന്നും വന്നു അല്ലേ, അക്കൗണ്ടിങ്ങിന്റെ ഏരിയയിൽ നിന്ന് കയറി വന്നൊരു ചോദ്യമാണ്. സോ ഏത് കോസ്റ്റിംഗ് മെത്തേഡിലാണ് നമ്മൾ ഓരോ ജോലിയെയും ഒരു കോസ്റ്റ് യൂണിറ്റുകളായിട്ട് കണക്കാക്കുന്നത്? ഈച്ച് ജോബ് ഈസ് കൺസിഡേർഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഇത് നമ്മൾ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിങ്ങിനകത്ത് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷനിൽ തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. ഏതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്? ഏതാണ് കറക്റ്റ് ആൻസർ? ജോബ് കോസ്റ്റിംഗ് അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് ജോബ് കോസ്റ്റിംഗ് എന്താണ് എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ, ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ ജോലിയെയും നമ്മളൊരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കും, അതല്ലേ ജോബ് കോസ്റ്റിംഗ്. സോ ഇൻ ജോബ് കോസ്റ്റിംഗ് each individual job or work order is treated as a separate cost unit. All direct and indirect costs are assigned to that specific job. Okay, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം. Where actual loss in a process is less than the anticipated loss, difference between the two is considered. നമ്മുടെ ആക്ച്വൽ ലോസ് ആന്റിസിപ്പേറ്റഡ് ലോസിനെക്കാട്ടിലും കുറവാണെങ്കിൽ ആ ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാം? ആക്ച്വൽ ലോസ് ആന്റിസിപ്പേറ്റഡ് ലോസിനെക്കാട്ടിലും കുറവാണ്. എന്താ ഈ ആക്ച്വൽ ലോസും ആന്റിസിപ്പേറ്റഡ് ലോസും? ഇപ്പൊ നമ്മള് ലോസ് ആന്റിസിപ്പേറ്റ് ചെയ്യും അല്ലെ. നമ്മളിപ്പോ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മളൊരു പ്രോസസ്, സാധാരണ പ്രോസസ് കോസ്റ്റിംഗിലാണ് ഈ ലോസുകൾ ഉണ്ടാകുന്നത് അല്ലെ. നമ്മുടെ ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് പല പ്രോസസ്സുകളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൽ നോർമൽ വേസ്റ്റേജുകളൊക്കെ വരാം, നോർമൽ ലോസ് സംഭവിക്കാം, ഇവാപ്പറേറ്റഡ് ആയി പോകാം, ഡ്രൈയിങ്ങും ലീക്കേജും അങ്ങനെയുള്ള നോർമൽ വേസ്റ്റുകൾ സംഭവിക്കാറുണ്ട്, നോർമൽ ലോസുകൾ സംഭവിക്കാറുണ്ട്. ഇനി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 10% നഷ്ടപ്പെടും എന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസിന്റെ 10% സാധാരണഗതിയിൽ നഷ്ടപ്പെടുന്നതാണ്. അതാണ് നമ്മളുടെ ആന്റിസിപ്പേറ്റഡ് ലോസ്. ഇനി യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കിയപ്പോൾ മെറ്റീരിയൽസിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് നോക്കിയപ്പോൾ 10% കുറയുമെന്ന് വിചാരിച്ചു, പക്ഷെ വെയിറ്റ് നോക്കിയപ്പോൾ 5% കുറഞ്ഞിട്ടുള്ളൂ. അതല്ലേ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്? നോ, ആക്ച്വൽ ലോസ് ഈസ് ലെസ് ദാൻ ആന്റിസിപ്പേറ്റഡ് ലോസ്. നമുക്ക് ഉണ്ടായ ആക്ച്വൽ ലോസ് ആന്റിസിപ്പേറ്റഡ് ലോസിനെക്കാട്ടിലും കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുറഞ്ഞിരുന്നത് നമുക്കൊരു ഗെയിൻ അല്ലേ? ദാറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ. നോർമൽ ഗെയിൻ അല്ല, അബ്നോർമൽ ഗെയിൻ. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു ഗെയിൻ അല്ലേ? ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. So in process costing, certain amount of loss is expected during production. Normal ലോസുകൾ ഉണ്ടാകും. സോ നമ്മളുടെ ആക്ച്വൽ ലോസ് ആന്റിസിപ്പേറ്റഡ് ലോസിനെക്കാട്ടിൽ കുറവാണെങ്കിൽ അതിനെ നമുക്ക് അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്